ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ ഒരു പ്രതി കൂടി പിടിയിൽ. വിദേശത്തേക്ക് പോയ 27ാമത്തെ പ്രതി ആദർശാണ് പിടിയിലായത്. ഇന്നു രാവിലെ ചെന്നൈ വിമാനത്താവളത്തിൽ വന്നിറങ്ങിയപ്പോഴാണ് അറസ്റ്റ് ചെയ്തത്. ഇയാൾക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. എം ജി പ്രദേശ് വിവരങ്ങളുമായി ചേരുകയാണ്. എം ജി പ്രദേശ്, ഇത്രയും ദിവസങ്ങൾക്ക് ശേഷമാണ് ഒരു പ്രതി കൂടി പിടിയിലായിരിക്കുന്നത്. നിലവിലത്തെ സാഹചര്യത്തിൽ കൂടുതൽ പ്രതികൾ ജാമ്യം കിട്ടി പുറത്തേക്ക് വരുന്ന സാഹചര്യത്തിലാണ് അന്ന് പിടികൂടാതിരുന്ന ഒരാൾ വീണ്ടും പിടിയിലാകുന്നത്. എന്താണ് വിവരങ്ങൾ? മാധു, ഇ.ഡി. ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിലെ 27ാമത്തെ പ്രതി ആദർശിനെയാണ് പിടികൂടിയിരിക്കുന്നത്. ചെന്നൈ വിമാനത്താവളത്തിലാണ് ഈ പ്രതി പിടിയിലായിരിക്കുന്നത്. നേരത്തെ ഈ സംഭവത്തിന് ശേഷം വിദേശത്തേക്ക് കടന്നുകളഞ്ഞ പ്രതിക്കായി പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. അങ്ങനെ ഇന്ന് രാവിലെയോടുകൂടി ചെന്നൈ വിമാനത്താവളത്തിലെത്തിയ പ്രതിയെ ഇമിഗ്രേഷൻ വിഭാഗം തടഞ്ഞു വച്ചിരിക്കുകയായിരുന്നു. ഈ കേസിലെ 27ാമത്തെ പ്രതിയാണ്. നേരത്തെ ആക്രമിച്ച സംഭവവുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ആദർശിനെ പ്രതി ചേർത്തത്. തുടർന്ന് വളരെ പെട്ടെന്ന് അയാൾ വിദേശത്തേക്ക് കടന്നു കളയുകയായിരുന്നു. ആദർശിനെ പിടികൂടാനുള്ള ശ്രമങ്ങൾ പോലീസ് നടത്തി വരികയാണ്. ചെന്നൈ വിമാനത്താവളത്തിൽ വെച്ച് ഇപ്പോൾ പ്രതി പിടിയിലായിരിക്കുന്നത്. ഈ പ്രതിയെ കസ്റ്റഡിയിലെടുക്കുന്നതിനായി നിലവിൽ മ്യൂസിയം പോലീസ് ഈ ചെന്നൈയിലേക്ക് തിരിച്ചിട്ടുണ്ട്. ഈ പ്രതിയെ കസ്റ്റഡിയിലെടുത്ത ശേഷം പിന്നീട് തെളിവെടുപ്പ് കൂടി നടത്തിയ ശേഷമായിരിക്കും കോടതിയിൽ ഹാജരാക്കുക. മാധു സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട നേരത്തെ റിമാൻഡിലായ നിരവധി പ്രതികൾ ഹൈക്കോടതിയിൽ സമീപിക്കുകയും പിന്നീട് ജാമ്യത്തിൽ ഇറങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഒരു പ്രതി കൂടി പിടിയിലാകാനുണ്ട് എന്നതാണ് പോലീസ് വിദേശത്തേക്ക് കടന്ന പ്രതി ആദർശാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. എം ജി പ്രദേശ് വിവരങ്ങൾ നൽകിയത്.